ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഈ സന്ദർഭത്തിൽ റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യർക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ശരീരവും മറ്റേത് ആത്മാവും. ദുനിയാവ് ശരീര പ്രധാനമാണ്. ശരീരത്തിൻ്റെ കാര്യത്തിൽ നാം എപ്പോഴും ബദ്ധശ്രദ്ധരാണ്, ജാഗ്രതയുള്ളവരാണ്. എന്നാൽ മനസ്സിൻ്റെ കാര്യത്തിൽ മനസ്സിനെ സൗന്ദര്യമുള്ളതാക്കുവാൻ, ആരോഗ്യമുള്ളതാക്കുവാൻ, അതിൻ്റെ വികാസത്തിനും പോഷണത്തിനും ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. തീർച്ചയായും ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ആത്മാവ് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിൻ്റെ റൂഹിൻ്റെ ഭാഗമായി അള്ളാഹു ഊതിയതാണ്. ആ ആത്മാവിനെ ആദിമ പരിശുദ്ധിയോടുകൂടി സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ആദിമശുദ്ധിയോടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുവാൻ അതിന് വഴിയൊരുക്കുകയും ചെയ്യുക എന്നുള്ളത്
വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആത്മാവിനെ എപ്പോഴും ശ്രദ്ധിക്കുകയും ശുദ്ധീകരിക്കുകയും അതിനെ സംസ്കരിക്കുകയും ചെയ്തവൻ വിജയിക്കുന്നതാണ്. വഖദ് ഖാബ മൻ ദസ്സാഹാ. എന്നാൽ ആത്മാവിനെ അഗാധതയിലേക്ക് പൂഴ്ത്തി അമർത്തിക്കളഞ്ഞവൻ, ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി അവഗണിച്ചു തള്ളിയവൻ പരാജയപ്പെട്ടിരിക്കുന്നതാണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും ഈ ഒരു തത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ്. ഇതേ നമുക്ക് തഖ്വാബോധം എന്നും പറയാം. ആത്മാവിന്റെ ശുദ്ധീകരണത്തിൽ നാം എത്രത്തോളം ബദ്ധശ്രദ്ധരാകുന്നുണ്ടോ അത്രത്തോളം നാം വിജയം വരിച്ചവരാകും. പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളും ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോമ്പ് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഹിജ്റ 2-ാം വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനസമൂഹങ്ങൾക്കൊക്കെയും നിർബന്ധമാക്കിയതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി, അഥവാ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അതിനെ പരിശുദ്ധപ്പെടുത്തുകയും അള്ളാഹു തന്ന രൂപത്തിൽ അതിനെ തിരിച്ചു കൊടുക്കുവാൻ, തിരിച്ചു ചെല്ലുവാൻ എപ്പോഴും തയ്യാറാക്കി വെക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ, ഹറാമിൽ പെട്ടുപോവാതെ ഹലാലിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ, ബദ്ധശ്രദ്ധരാകുവാൻ, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ മനുഷ്യർക്കെന്നതുപോലെ, മുൻകഴിഞ്ഞ ജനസമൂഹത്തിനെന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് വലിയൊരു പരിശീലനമാണ്. നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ മനസ്സിലേക്ക് തിരിയുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ, നമ്മളെ ആദിമ പരിശുദ്ധിയിൽ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നോമ്പ് എന്നുള്ളത്, സൗം എന്നുള്ളത്. സൗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തടഞ്ഞു നിർത്തുക, പ്രതിരോധിക്കുക, വർജിക്കുക എന്നൊക്കെയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അഥവാ നമ്മെ മലീമസമാക്കുന്ന കാര്യങ്ങൾ, നമ്മളെ വൃത്തികേടാക്കുന്ന കാര്യങ്ങൾ, നമ്മളെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള നാം, അത് നമ്മുടെ റൂഹും കൂടി ചേർന്നിട്ടുള്ളതാണ്. നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, നാം ഇവിടെ നിന്ന് വേർപെടുമ്പോൾ എന്താണോ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നത് അതാണ് നമ്മളുടെ പേരിട്ട് വിളിക്കുന്നത്. ആ റൂഹ് മാറിക്കഴിയുമ്പോൾ നമ്മളെ ആരും മുഹമ്മദ് എന്നോ ഷരീഫെന്നോ ഒന്നും വിളിക്കാറില്ല, പിന്നെ അത് മയ്യത്തായി മാറി. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നാം അതിന് ഭംഗിയുള്ളതാക്കുവാൻ വേണ്ടി, അതിന് ശുദ്ധിയുള്ളതാക്കുവാൻ വേണ്ടി, അതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൗന്ദര്യമുള്ളതാക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മോട് വർജിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തുന്ന, അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വർജിക്കുവാൻ കരുത്തേകുന്ന ഒരു ആയുധമാണ്, ഉപകരണമാണ്, ഒരു ട്രെയിനിങ് ആണ് സൗം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സൗം എന്ന് പറയുന്നത് അത് പരിചയാണ്. ഏതുപോലെ അത് യുദ്ധത്തിൽ നിങ്ങൾ പരിച പിടിക്കുന്നത് പോലെ, മഹാസി തെറ്റുകളിൽ നിങ്ങൾ വീണുപോകാതിരിക്കുവാനുള്ള പരിച, ആ പരിച നരകത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന പരിച കൂടിയാണ്. വൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവിടെ ലൈംഗിക വൃത്തികളിൽ ഏർപ്പെടാതെ, അല്ലെങ്കിൽ തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടാതെ, അള്ളാഹുമായുള്ള ബന്ധത്തിന് കോട്ടമുണ്ടാവാത്ത രൂപത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ നോമ്പ് അയാൾക്ക് പരിചയമായി മാറും. അള്ളാഹുവിന്റെ മാർഗത്തിലെ തിന്മകളിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തുന്ന, അയാളുടെ മനസ്സിനെ അതിന് പാകപ്പെടുത്തുന്ന, അയാളുടെ മനസ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്തു പകരുന്ന നല്ലൊരു പരിചയമായി മാറും.
ഔ ഖാതല, ഒരാൾ അയാളോട് ചീത്ത പറയുവാൻ, അസഭ്യം പറയുവാൻ, ഇൻസൾട്ട് ചെയ്യുവാൻ വന്നാൽ, ഔ ഖാതല, അല്ലെങ്കിൽ ചണ്ട കൂടുവാൻ വന്നാൽ, ഫൽയഖുൽ ഇന്നി ഇംറഉൻ സായിം, അയാൾ മറ്റേയാളോട് പറയണം ഞാൻ ഒരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ആ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നവനോട്, ശണ്ട കൂടാൻ വരുന്നവനോട് മാറി നിൽക്കുവാൻ, അല്ലെങ്കിൽ മുഖം തെരഞ്ഞു നിൽക്കുവാൻ, അയാളോട് തിരിച്ച് ശണ്ട കൂടാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഈമാനും കരുത്തും പകരുന്ന, അതിനുള്ള ത്രാണിയുള്ള, ശക്തിയുള്ള ഒരു ഒന്നാണ്, അതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് എന്ന് പറയുന്നത് നാം സാധാരണ മനസ്സിലാക്കുന്ന സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനങ്ങളും ലൈംഗിക അല്ലെങ്കിൽ സുഖാസ്വാദനങ്ങളും വർജിക്കുന്ന കേവലമായ ഒരു ആരാധനയുടെ പേരല്ല. നമ്മുടെ മനസ്സിനെ അഗാധങ്ങളിൽ സ്വാധീനിക്കുന്ന, നമ്മുടെ മനസ്സിനെ അല്ലാഹുവുമായി ബന്ധിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ തരളിതമാക്കുന്ന, കഴുകി വൃത്തിയാക്കുന്ന, ആത്മാവിനതിന്റെ ആദിമ പരിശുദ്ധി നേടിത്തരുന്ന വലിയൊരു ആരാധനയാണ് നോമ്പ്. നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പെടുക്കുന്ന മനുഷ്യന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അവന്റെ നാവിന് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, ചെവിക്ക് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, കൈക്ക് നോമ്പുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കേൾക്കാതിരിക്കുക എന്നുള്ളത് ചെവിയുടെ നോമ്പാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കാണാതിരിക്കുക, അങ്ങോട്ട് നോക്കാതിരിക്കുക എന്നുള്ളത് കണ്ണിന്റെ നോമ്പാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്തത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നാവിന്റെ നോമ്പാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്തതിലേക്ക് നടക്കാതിരിക്കുക എന്നുള്ളതും, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളതും കൈയിന്റെയും കാലിന്റെയും നോമ്പാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സകലേന്ദ്രിയങ്ങൾക്കും നോമ്പനുഷ്ഠിക്കുവാൻ, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇച്ഛിക്കുന്ന രൂപത്തിൽ നമ്മളെ തന്നെ സ്വയം ക്രമീകരിക്കുവാൻ, സ്വയം ചിട്ടപ്പെടുത്തുവാൻ, സ്വയം ട്രെയിനിങ് കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുക. പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട്, 3 രൂപത്തിലുള്ള നോമ്പാണ്. ഒന്ന് സൗമു ആം, ജനറൽ ആയിട്ടുള്ള ഒരു നോമ്പ്, സാധാരണക്കാരുടെ നോമ്പ്. അതിനെ സൗമു മുസ്ലിം, മുസ്ലിമിന്റെ നോമ്പ് എന്ന് വേണമെങ്കിലും പറയാം. മുസ്ലിമിന്റെ നോമ്പ് എന്ന് പറയുമ്പോ അവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കണം, എല്ലാവരും മുസ്ലിങ്ങളാണ്, അതുകൊണ്ടും ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ സാധാരണ കാനേഷുമാരി കണക്ക് പ്രകാരമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ജനറലായിട്ടുള്ള നോമ്പ്, അയാളുടെ വയറിനെയും അയാളുടെ ലൈംഗികതയെയും ലൈംഗിക അവയവത്തെയും മാത്രമാണ് നിയന്ത്രിക്കുക. എന്നാൽ പ്രത്യേകമായ നോമ്പ്, അതിനെ മുഅ്മിനിന്റെ നോമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അയാളുടെ ആമാശയവും അയാളുടെ ലൈംഗിക അവയവവും വിട്ടുകിടന്ന് അയാളുടെ കണ്ണിനെയും അയാളുടെ കാതിനെയും കൂടി സ്വാധീനിക്കും. എന്നാൽ അടുത്തത് മുഹ്സിനിന്റെ നോമ്പാണ്. സൗമുൽ ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേക സ്പെഷ്യലൈസ്, അതായത് പ്രത്യേകമായ നോമ്പ് മുഹ്സിന്റെ നോമ്പാണത്. ആ നോമ്പുകാരന്റെ വയറിനെയും കണ്ണിനെയും കാതിനെയും ചെവിയെയും വിചാരങ്ങളെയും അയാളുടെ സ്വപ്നങ്ങളെയും നിയന്ത്രിക്കുന്ന, അയാളെ നിരന്തരമായി അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, ഏത് സമയവും തഖ്വാബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്ന നോമ്പാണത്. ഈ നോമ്പിനാണ് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുഹ്സിനിന്റെ നോമ്പ് പിടിക്കുവാൻ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ദറജയിലുള്ള ആ നോമ്പ് പിടിക്കുവാൻ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ ഒരു നോമ്പ് കാലം കൊണ്ട് എന്റെ മനസ്സിനെ, എന്റെ ചിന്തകളെ, എന്റെ വികാരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാറ്റിപ്പണിയുവാൻ എനിക്ക് സാധിക്കണമേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. ഖാല റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലം യദ ഖൗല സൂരി വഅമല ബി വൽ ജഹൽ, ആരെങ്കിലും അനാവശ്യമായ വർത്തമാനങ്ങൾ, അനാവശ്യമായ പ്രവർത്തനങ്ങൾ, അജ്ഞതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജഹിലിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, നോമ്പുകാരനായിക്കൊണ്ട്, നോമ്പുകാരനായിരിക്കെ ഇതൊന്നും ഉപേക്ഷിക്കുവാൻ അയാൾ സന്നദ്ധമാവുന്നില്ലയോ, അഥവാ നമ്മുടെ ഫോൺ എടുക്കുന്നു, യൂട്യൂബ് ഇങ്ങനെ മറിച്ചിരിക്കുന്നു, അതല്ല എങ്കിൽ വാട്സാപ്പ് എടുക്കുന്നു, അതിലുള്ള ആവശ്യവും അനാവശ്യവുമായ സന്ദേശങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു, സമയം ഇങ്ങനെ കഴിഞ്ഞ് കടന്നു പോകുന്നു, അയാളുടെ ജീവിതവും അല്ലാഹുവുമായി മറ്റു ദിവസങ്ങളെക്കാൾ ഇതിന് യാതൊരു പ്രത്യേകതയുമില്ല. സോഷ്യൽ മീഡിയയുടെ രംഗത്ത് ആ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു. ഇതിനെയൊക്കെയും ഇത്തരത്തിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധത്തെ തടസ്സം നിൽക്കുന്നത് എന്താണോ അതിലൊക്കെയും വിഹരിക്കുക, അതിലൊക്കെയും കാണുക, അതൊക്കെയും കേൾക്കുക. അത് പല രൂപത്തിലാവാം. പണ്ട് മനുഷ്യർ തമ്മിലുള്ള വർത്തമാനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അതുമുണ്ട്, അതിലപ്പുറവുമുണ്ട്. ഇന്ന് മനുഷ്യർ തമ്മിലുള്ള വർത്തമാനത്തിന്റെ സമയം കുറഞ്ഞു, മറിച്ച് ഫോണിലാണ് അധിക മനുഷ്യരും. അപ്പോൾ അവിടെയൊക്കെയും ഈ കാര്യങ്ങൾ ബാധകമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജഹലിന്റെ, അജ്ഞതയുടെ, അവിവേകത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല അവൻ പട്ടിണി അനുഭവിക്കണമെന്ന്, അവൻ ദാഹം അനുഭവിക്കണമെന്ന്, പൈദാഹങ്ങൾ അനുഭവിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തിരിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാവണം. കേവലം ഒരു ചട്ടക്കൂടിനപ്പുറം നമ്മളെ നിയന്ത്രിക്കുന്നതാവണം, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതാവണം. നാം എങ്ങനെ കാര്യങ്ങളെ കാണുന്നു, നാം എങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമാണോ നാം തിരയുന്നത്? നമ്മളുടെ കണ്ണിൽ വന്ന് പെടുന്നത് എന്താണ്? നമ്മുടെ തന്നെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബിനിയുടെ, നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിൽ, അവിടെയൊക്കെയും നാം എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? പോസിറ്റീവായ കാര്യങ്ങൾക്ക്, ഈജാബിയായ കാര്യങ്ങൾക്ക്, നിർമ്മാണാത്മകമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെയൊക്കെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും പറയുന്നത് വലിയ 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 പ്രാധാന്യമുള്ള കാര്യമാണ്. ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കരുത്തും കാതലുമുള്ള ആശയമാണ് എന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ചിന്ത അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ചിന്തയാവണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം നന്നാവും, നമ്മളുടെ മക്കൾ നന്നാവും. അതിനൊക്കെ നമ്മളെ പാകപ്പെടുത്താൻ ഉതകുന്നതാണ് റമളാൻ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം ശാന്തമായി വായിച്ച് മനസ്സിലാക്കി ക്ലാസ്സുകളൊക്കെ കേട്ട് ആ രൂപത്തിൽ നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് പരിവർത്തനം വരുത്തുവാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാൻ, ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ, ഫർഹത്തുൻ ഇൻദ ഫിത്രി, അയാൾ നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, നാളെ പടച്ചവനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെയും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണ് നാം നോമ്പ് അനുഷ്ഠിച്ചത്? അള്ളാഹുവിൽ തഖ്വ പുലർത്തി ജീവിക്കാനാണ്. നോമ്പ് മുറിക്കുമ്പോ അതിന്റെ പാരമ്യതയിലാണ് നാം നിൽക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം ഗണിക്കുന്ന ഭക്ഷണവും വെള്ളവും വേണ്ട എന്ന് വെച്ച് നാം നോമ്പ് മുറിക്കുകയാണ്. തീർച്ചയായും നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലും ഭക്ഷണ മര്യാദകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ തന്നെ
അതിനെ അട്ടിമറിക്കുന്ന ഭക്ഷണ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിയമനിർദ്ദേശങ്ങളെ അഖിലവും കീഴ്മേൽ മറിക്കുന്ന ഒരു നോമ്പുകാരനായി കൂടാ നാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈത്തപ്പഴവും വെള്ളവും കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത്. അതോടൊപ്പം വയറ് ഫുള്ളാക്കിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹാരം കഴിച്ചിരുന്നത്. ആഹാരത്തിന് ഇടവേളകളാവാം. എപ്പോൾ നമുക്ക് ദാഹിക്കുന്നോ, എപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ വിശപ്പ് തോന്നുന്നോ അപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാം. പക്ഷെ ആഹാരം കഴിക്കുമ്പോൾ അത് വയറ് ഫുള്ളാക്കി നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന ഒരു രൂപമായി കൂടാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ, അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈറാൻ. ഇസ്ലാമിന്റെ ഓരോരോ ആരാധനകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നിങ്ങൾക്കത് നന്നായി ബോധ്യപ്പെടും. ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാൻ, അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ നമ്മളെ പാകപ്പെടുത്തുന്നതാണ്. നോമ്പും അങ്ങനെ തന്നെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം, അള്ളാഹുവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ തരേണമേ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ തരേണമേ എന്നുള്ളതാണ്. ഈ നോമ്പും ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു നോമ്പിന്റെ ആരോഗ്യപരമായ വശത്തെ സംബന്ധിച്ച്. എന്നാൽ നാം വീണ്ടും മനസ്സിലാക്കണം, നോമ്പ് നാം അനുഷ്ഠിച്ച് നോമ്പ് മുറിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ദുനിയാവിൽ നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്, ആഖിറത്തിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദുനിയാവിൽ അല്ലാഹു ഉദ്ദേശിച്ച ഖൈറും നമുക്ക് വേണം, ആഖിറത്തിൽ ഉദ്ദേശിച്ച ഖൈറും തീർച്ചയായും നമുക്ക് വേണം. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു ഉദ്ദേശിച്ച ഖൈർ, ഫിസിക്കലായ ശാരീരികമായ ഖൈർ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞ ആഹാരശീലം നിലനിർത്തുവാൻ നാം സന്നദ്ധമാവേണ്ടതുണ്ട്. നമ്മുടെ വയറ് ഫുൾ ടാങ്കടിച്ച് വീണ്ടും അലസമായി അശ്രദ്ധമായി ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നതല്ലേ, ഇനി അങ്ങ് കഴിക്കാമെന്ന് തീരുമാനിച്ചാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിൽ അല്ലാഹു ഉദ്ദേശിച്ച ഖൈർ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം പകലന്തിയോളം പട്ടിണിയിരുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാനാണ്. അപ്പോൾ പിന്നെ നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ, ആഹാരശീലങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ആ നിർദ്ദേശം വേണ്ടതില്ലേ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നാം പാലിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായ തർബീയത്തും തസ്കിയത്തും മാത്രമല്ല, ശാരീരികമായ ആരോഗ്യവും ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം, നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി, വളരെ ആത്മവിശ്വാസത്തോടെ, അടിയുറച്ച ബോധ്യത്തോടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായത്തിന്റെ ഏത് തലത്തിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ അതുകൊണ്ട് ഫിസിക്കലായ ഗുണം കൂടി നമ്മൾ നേടിയെടുക്കണം. ആ രൂപത്തിലുള്ള ആഹാരശീലങ്ങൾ നാം സെറ്റ് ചെയ്യണം. അതെന്താണ് എന്നുള്ളത് വിശദമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ റമദാൻ എന്നുള്ളത് പ്രാർത്ഥനയുടെ മാസമാണ്. വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തെ സംബന്ധിച്ച് പറയുന്നത് സൂറത്തുൽ ബഖറ 183, 184, 185, 186, 187 ഇങ്ങനെയുള്ള ആയത്തുകളിലാണ്. എന്നാൽ അതിനിടയിലായി 186-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അതിനിടയിലായി നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിലായി അള്ളാഹു പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ അവരോട് പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഏറ്റവും അടുത്തവനാണ്. നോമ്പിനെയും പ്രാർത്ഥനയും നമുക്ക് വേർപെടുത്തുക സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുവാൻ, അള്ളാഹുവിനോടെല്ലാം ചോദിക്കുവാൻ, അള്ളാഹുവിനോട് അടുത്തു നിന്നുകൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവനോട് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, നമുക്ക് കഴിയേണ്ടതുണ്ട്. നോമ്പിലെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചത്. നീ തന്ന ആഹാരം കൊണ്ട് ഞാൻ അവിടച്ചവനെ നോമ്പ് തുറക്കുകയാണ്. ഇങ്ങനെ നോമ്പിൽ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. നോമ്പിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്.
അർത്ഥമറിഞ്ഞ് അവനവനോട് ചൊല്ലുന്ന രൂപത്തിൽ, അവനവൻ കേൾക്കുന്ന രൂപത്തിൽ മനസ്സിൽ തട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നോമ്പിന്റെ പ്രാർത്ഥനകൾ, നോമ്പിന്റെ പൊതുവായതും പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും ആവശ്യം വെവ്വേറെയാണ്. ഞാനും നിങ്ങളും വ്യത്യസ്തരായ മനുഷ്യരാണ്. നിങ്ങളുടെ ആവശ്യമല്ല എന്റെ ആവശ്യം, എന്റെ ആവശ്യങ്ങളും സ്വപ്നങ്ങളുമല്ല നിങ്ങളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും. പക്ഷെ അതെല്ലാം കേൾക്കുന്ന ഒരു നാഥനുണ്ട്, അതെല്ലാം കേൾക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ മുമ്പിലാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് തുറക്കുന്ന വേള അങ്ങനെ ചോദിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമാണ്. അവിടെ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു കൊണ്ട്, ആഹാരത്തിന്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട്, അത് കൊള്ളാം ഇത് കൊള്ളാമായിരുന്നു, ആ പള്ളിയിൽ അങ്ങനെ ഈ പള്ളിയിൽ അങ്ങനെ പറയുവാനുള്ള സന്ദർഭമല്ല, അല്ലാഹുവിലേക്ക് തിരിയാനുള്ള സന്ദർഭമാണ്. നോമ്പ് തുറ കൂട്ടായി ഉണ്ടാവുക എന്നുള്ളത് ഖൈറാൻ, അതിൽ ഐക്യമുണ്ട്, അതിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, ബർക്കത്തുണ്ട്. അത് പള്ളിയിലാവുക എന്നതിലും വളരെയധികം മഹത്വമുണ്ട്. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് തുറക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കണം. നോമ്പ് തുറക്കുവാൻ നാം ധൃതി കാണിക്കണം. അവിടെ അമാന്തം വിചാരിക്കുവാൻ പാടില്ല. അവിടെ നോമ്പ് തുറക്കുന്ന സമയമായാൽ ചുള്ള കഴിയട്ടെ എന്ന് താമസിപ്പിക്കുവാൻ പാടില്ല. അതേപോലെ അത്താഴം കഴിക്കുന്ന കാര്യത്തിൽ സുബ്ഹിയോടടുക്കുന്ന സന്ദർഭമാണ് ഏറ്റവും നല്ല ഉത്തമം. കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കുക, അങ്ങനെ ഇങ്ങോട്ടെടുപ്പിക്കുക. നോമ്പ് തുറക്കുന്നത് ധൃതി വെച്ച് നോമ്പ് തുറക്കുക. പക്ഷെ അപ്പോഴൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിന്റെ പ്രത്യേകതയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അവിടെ നമുക്ക് ചോദിക്കാനുള്ളതെല്ലാം അല്ലാഹുവിനോട് ചോദിക്കാനുള്ള സന്ദർഭമാണ്. മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന്റെ വിലയേറിയ മൂല്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും അലോസരപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. നമുക്ക് അല്ലാഹുവിനോട് സംവദിക്കാം, എല്ലാം സംവദിക്കാം. അതിനാ സമയം തന്നെ നമ്മൾ തെരഞ്ഞെടുക്കണം. അതേപോലെ തന്നെ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി. റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. എന്നാൽ മൻ ഖാമ റമളാന, റമളാൻ മാസത്തിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടെയും പ്രതിഫലത്തോടെയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ അവന്റെ മുൻകഴിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇശാ നമസ്കാരം, അതിന്റെ ജമാഅത്ത്, എല്ലാ നമസ്കാരവും ജമാഅത്തോടുകൂടി നമുക്ക് നമസ്കരിക്കുവാൻ സാധിക്കണം. റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കണം. ഇശാ നമസ്കാരത്തിന് ശേഷം ഖിയാമുൽ ലൈൽ, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. രാത്രി നമസ്കാരം അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഒന്നുറങ്ങിയതിനു ശേഷം എണീറ്റ് നിന്ന് നമുക്ക് നമസ്കരിക്കുവാൻ സാധിച്ചാൽ എനിക്ക് നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത് നിർബന്ധമായ വഖത്തായിരുന്നു ഈ തഹജ്ജുദ് എന്ന് പറയുന്നത്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു ആ ഒരു മരുന്നുകൊണ്ട് മാറ്റിത്തരുന്നതാണ്. മനസ്സിന് ശാന്തിയേറുന്നതും ഹൃദയത്തിന് കരുത്തേകുന്നതുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. കുല്ലു അമലിൻ ഇബ്നു ആദം ലഹു ഇല്ല സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പിന്റെ ഈ പ്രത്യേകതകളൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് വല്ലാത്തൊരു പരിശീലനമാണ് നോമ്പ്, വല്ലാതെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് നോമ്പ്, നമുക്ക് അതിരറ്റ് തഖ്വ പകരുന്നതാണ് നോമ്പ്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടും. അതുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യരുടെ ഈ ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് അവനുള്ളതാണ്. എന്നാൽ ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലി വഅന അജ്സീ ബിഹി, അതെനിക്കുള്ള
എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അതിന് പറയുകയാണ്. അതായത് മറ്റെല്ലാ പ്രവർത്തനങ്ങളെക്കാളും അള്ളാഹു അതിനെ ഖുസൂസാക്കുകയാണ്. അതെനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് ആലങ്കാരികമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് ഈ നോമ്പിന്റെ പ്രത്യേകത കണ്ടിട്ടാണ്. നോമ്പിന്റെ പ്രത്യേകത നമ്മെ ബോധ്യപ്പെടുത്തുവാനാണ്. അതേപോലെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായയ്ക്ക് ഒരു സ്മെല്ലുണ്ടാകും. പക്ഷേ അത് ഒരിറക്ക് വെള്ളം കുടിച്ചാൽ, ഒരു മുട്ടായി വായിലിട്ടാൽ പോകുന്ന സ്മെല്ലായിരിക്കും. പക്ഷെ അതിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയാണ്. നോമ്പുകാരന്റെ വായ, ആ വായയുടെ ഗന്ധം അത്യബുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വളരെയേറെ പരിശുദ്ധമാണ്, വളരെയേറെ പരിശുദ്ധമാണ്. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അത് മിൻ ബീഹിൽ മിസ്ക്, അത് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഗന്ധമുണ്ടായത് വെറുതെയല്ല, അത് ശരീരത്തെ പരിശീലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗന്ധമാണ്. നമ്മുടെ ശരീരം വർക്കൗട്ട് ചെയ്യുമ്പോൾ, പരിശീലിക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ സ്വെറ്റ് ഉണ്ടാവും, വിയർപ്പുണ്ടാകും, അതേപോലെ ഗന്ധമുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. ഇതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധമാണത്. അതിനെ അള്ളാഹു കസ്തൂരിയുടെ മണം നൽകി, അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ അതിനിഷ്ടമാണെന്ന രൂപത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫുതിഹത് അബ്വാബുൽ ജന്ന, ഇതാ അടുത്ത് തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഈ വർഷം സ്വർഗത്തിന്റെ കവാടങ്ങൾ 2, 3 അല്ലെങ്കിൽ വളരെ അടുത്ത മണിക്കൂറുകൾക്കകം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കാൻ പോവുകയാണ്. നാം അതിന് സന്നദ്ധമാവേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടണം. ആ ഒരു കാലം എത്തുകയാണ്. ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ആ സീസൺ ഇതാ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ്. പിശാചുക്കളൊക്കെയും ബന്ധനസ്ഥരാക്കപ്പെടുന്ന ആ സന്ദർഭം ഇതാ എത്തിയിരിക്കുകയാണ്. റമദാനിന്റെ ആദ്യത്തെ ദിവസം എത്തുമ്പോ ഉണ്ടല്ലോ മുനാദി, ദീർഘമായ ഹദീസാണ്, ഞാൻ അതിന്റെ ഇടയിൽ പറയുകയാണ്. ആ റമദാനിന്റെ ആദ്യത്തെ ദിനം എത്തുമ്പോൾ ഉണ്ടല്ലോ, ആദ്യത്തെ ദിനത്തിനുമുണ്ട് പ്രത്യേകത. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിലൊന്നാമത്തത് റമദാനിന്റെ ആദ്യത്തെ ദിവസമാണ്. എല്ലാവരും അശ്രദ്ധമാവാൻ സാധ്യതയുള്ള ദിവസം. ഇതുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് ദുനിയാവിലേക്ക് വ്യാപൃതമാകുവാൻ ടെൻഡൻസിയുള്ള ആ ദിവസം, ആദ്യത്തെ രാത്രി എന്ന് പറയുമ്പോ നമ്മൾ റമദാനിന്റെ പൊന്നമ്പിളി ആകാശത്ത് കണ്ട് നാളെ റമദാനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ രാത്രിയെ സംബന്ധിച്ചാണ് പറയുന്നത്. അന്നത്തെ തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. ഇന്നിന് പോട്ടെ നാളെയാവാം എന്ന് പലപ്പോഴും ചിന്തിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. മുൻകഴിഞ്ഞ സമൂഹത്തിനേക്കാൾ, മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ ഉമ്മത്തിന് നൽകപ്പെട്ട ഫളായിലുകളിൽപ്പെട്ടതാണ് ആദ്യത്തെ രാത്രി. പിന്നെ പറയാൻ 5 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അവസാനം പറയുന്നത് റമദാനിന്റെ അവസാനത്തെ രാത്രിയെ സംബന്ധിച്ചാണ്. അപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, ആ ശ്രേഷ്ഠമായ ദിവസം ലൈലത്തുൽ ഖദറാണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ലൈലത്തുൽ ഖദറിനെ പറ്റിയല്ല പറയുന്നത്, അവസാനത്തെ രാത്രിയെ സംബന്ധിച്ചാണ്. മനുഷ്യൻ അശ്രദ്ധമായി പോവാൻ നല്ല സാധ്യതയുള്ള, ഈമാനിലൂടെ കരുപ്പിടിപ്പിച്ച മനസ്സുകൾക്ക് മാത്രം പെട്ടെന്ന് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന, അള്ളാഹുവിനെ അത്രമേൽ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അവഗണിക്കാൻ കഴിയാത്ത 2 ദിവസങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ മുനാദി, വിളിയാളൻ വിളിച്ചു പറയും, അശരീരി ഉണ്ടാകും, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവരെ, നന്മയെ തേടുന്നവരെ, നിങ്ങൾ മുന്നിട്ട് വരുവീൻ എന്ന അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകും. വിളിക്കുന്നവൻ വിളിച്ചു പറയും, അശരീരി ഉണ്ടാകും, നമ്മളിലേക്കുള്ള ആഹ്വാനം ഉണ്ടാകും, വരൂ എന്ന കാഹളം ഉണ്ടാകും. അതുകൊണ്ട് ഷർറ് ആഗ്രഹിച്ചു നടക്കുന്നവരെ നിങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളുക എന്ന് വിളിച്ചു പറയുന്നതാണ്. ആരാണ് ഈ ആഹ്വാനം സ്വീകരിക്കുവാൻ സന്നദ്ധരായിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയില്ല, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ ദിവസങ്ങളിൽ
നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ എന്ന് തീർച്ചയായും നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അസുലഭമായ അവസരമായി കണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങോട്ട് ആയുസ്സിട്ട് തന്നാൽ അതിന്റെ ഓരോ നിമിഷങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. നമ്മുടെ കുടുംബത്തെ ആ ഒരു റമദാന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. അഫ്സലിനെ എന്താണ് അഫ്സലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്തയിൽ കണ്ടല്ലോ. അപ്പോ അജ്മലോ അസ്ഫല കണ്ട നല്ല മുഖമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് നോമ്പുകൾ കടന്നുപോയ, ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ട ഒരു ഉമ്മത്തിൽ പിറന്ന മക്കളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധമായ റമദാൻ മാസത്തെ കുടുംബത്തെ ക്രമീകരിക്കുവാൻ, ഈമാനികമായി നട്ടു വളർത്തിയെടുക്കുവാൻ, പെഞ്ചുമക്കളുടെ മനസ്സിൽ പോലും നാളത്തേക്ക് ബാക്കിയാവുന്ന വലിയ വലിയ ഓർമ്മകൾ സമ്മാനിക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.